മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ സീനിയർ അഭിഭാഷകൻ ബെയിലിനെ കണ്ടെത്താനാകാതെ പോലീസ്. പ്രതി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കടന്നുകളഞ്ഞതായി വിവരം. അതേസമയം ബെയിലിൻ ദാസിനെതിരായ എഫ്ഐആറിൽ ഗുരുതരമായ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. 2 തവണ സീനിയർ അഭിഭാഷകൻ മർദ്ദിച്ചെന്നും ആദ്യ അടിയിൽ താഴെ വീണ ഷാമിലിയെ എഴുന്നേറ്റ് വന്നപ്പോൾ വീണ്ടും അടിച്ചു എന്നുമാണ് മൊഴി. എഫ്ഐആർ പകർപ്പ് കേരള വിഷൻ ന്യൂസിന് ലഭിച്ചു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചെയ്യുന്നുണ്ട്. വിഷ്ണു, എഫ്ഐആറിൽ ഗുരുതരമായ മൊഴിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് എഫ്ഐആറിൽ പറയുന്നത്? കൂടുതൽ വിവരങ്ങൾ. എഫ്ഐആറിൽ ഗുരുതരമായ ഒരു മൊഴി തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിശക്തമായ രീതിയിലുള്ള ഒരു ആക്രമണം ഈ അഭിഭാഷകന്റെ ഭാഗത്തു നിന്നും ഷാമിലി നേരിട്ടതായാണ് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നത്. അതായത് ആദ്യഘട്ടം തന്നെ ഷാമിലിയെ അഭിഭാഷകൻ മുഖത്ത് മർദ്ദിച്ചിരുന്നു. ആ അടിയേറ്റ് വീണ ഷാമിലിയെ എണീറ്റ് വന്നപ്പോൾ വീണ്ടും അതേ മുഖത്ത് ആഞ്ഞടിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് എഫ്ഐആറിൽ പറയുന്നത്. ആ പരിക്ക് കൃത്യമായി കഴിഞ്ഞ ദിവസം എല്ലാവരും കണ്ടിരുന്നതാണ്. അതിശക്തമായ ആക്രമണത്തിൽ നിന്ന് മാത്രമാണ് അത്തരത്തിൽ ചോര പൊടിയുന്ന വിധത്തിൽ മുഖത്ത് പരിക്കേൽക്കുക. അത് തന്നെയായിരുന്നു ഈ ജൂനിയർ അഭിഭാഷകയുടെ മൊഴിയും പറയുന്നത്. വലിയ രീതിയിലുള്ള ഒരു പ്രതികരണമാണ് അഭിഭാഷകയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അതായത് ഇതുവരെയും വലിയ രീതിയിലുള്ള ക്രൂരമായ പീഡനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ജോലിസ്ഥലത്ത് വെച്ച് മാനസികമായി പല രീതിയിലും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. മറ്റുള്ളവരുടെ മുഖത്ത് നേരെ പേപ്പർ വലിച്ചെറിയുകയും അത്തരത്തിലുള്ള പ്രകോപനമുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ഈ സീനിയർ അഭിഭാഷകനായ ബെയിലിൻ ദാസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നടപടികളെല്ലാം നടന്നു വരുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം അടിയേറ്റത് എന്ന് തന്നെയാണ് ജൂനിയർ അഭിഭാഷകയായ ഷാമിലി പറയുന്നത്. അതേസമയം ജൂനിയർ അഭിഭാഷകയായ ഷാമിലിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തുടരാനാണ് ആശുപത്രി അധികൃതർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഏതായാലും നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പോലീസിൽ കേസുണ്ട്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടുണ്ട്. അതേസമയം തന്നെ വനിതാ കമ്മീഷൻ ഇതിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. വനിതാ ശിശുക്ഷേമ സമിതിക്ക് പരാതി നൽകുമെന്നും അഭിഭാഷക കഴിഞ്ഞ ദിവസം തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. വിഷ്ണു, ഈ സീനിയർ അഭിഭാഷകൻ ബെയിലിനെ ഇതുവരെ പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയുമായി ശ്രമം നടത്തിയിരുന്നു. എന്നാൽ അതിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ ബെയിലിനെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ബെയിലിൻ ഓഫീസിൽ നിന്ന് പോലീസ് അറിയുമ്പോൾ തന്നെ ഈ വിഷയത്തിൽ ബെയിലിൻ വളരെ വേഗം തന്നെ അവിടെ നിന്ന് പോയിരുന്നു. ബെയിലിൻ നേരെ വീട്ടിലേക്കാണ് പോയത്. പൂന്തുറയുള്ള വീടിന്റെ പരിസരത്ത് വരെ മൊബൈൽ ടവർ ലൊക്കേഷൻ വെച്ച് പോലീസ് എത്തിയിരുന്നു. എന്നാൽ അതിനുശേഷം മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കിയ നിലയിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. ബെയിലിനെ പരിശോധിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. ബെയിലിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പോലീസ് വ്യാപകമായ പരിശോധന നടത്തുന്നുണ്ട്. ഏതായാലും ബെയിലിൻ ദാസ് ഒളിവിൽ പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. പോലീസ് ബെയിലിനെ ട്രാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തി വരികയാണ്. ഊർജിതമായ അന്വേഷണമാണ് നടത്തുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ഇതുവരെയും ബെയിലിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ബെയിലിൻ ദാസിനെ ബാർ അസോസിയേഷൻ കഴിഞ്ഞ ദിവസം തന്നെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള ഉത്തരവ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലെല്ലാം നടപടികളെല്ലാം സ്വീകരിച്ചു വരുന്നുണ്ടെങ്കിലും ബെയിലിന് ഇപ്പോഴും ഒളിവിൽ തുടരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ സീനിയർ അഭിഭാഷകൻ ബെയിലിനെ കണ്ടെത്താനാകാതെ പോലീസ്. പ്രതി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കടന്നുകളഞ്ഞതായി വിവരം. അതേസമയം ബെയിലിൻ ദാസിനെതിരായ എഫ്ഐആറിൽ ഗുരുതരമായ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. 2 തവണ സീനിയർ അഭിഭാഷകൻ മർദ്ദിച്ചെന്നും ആദ്യ അടിയിൽ താഴെ വീണ ഷാമിലിയെ എഴുന്നേറ്റ് വന്നപ്പോൾ വീണ്ടും അടിച്ചുവെന്നുമാണ് മൊഴി. എഫ്ഐആർ പകർപ്പ് കേരള വിഷൻ ന്യൂസിന്.